സോ ഹലോ, നമ്മൾ ഈ വീഡിയോൻ്റെ അകത്ത് ഗിറ്റ്ഹബിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ് തരാൻ പോകുന്നത്. ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് സ്റ്റോർ ചെയ്യാനും അതിൻ്റെ അകത്ത് ചേഞ്ചസ് ട്രാക്ക് ചെയ്യാനും പിന്നെ ബാക്കിയുള്ളവരായിട്ടുള്ള കൊളാബറേഷൻസ് ചെയ്യാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഗിറ്റ്ഹബ്. മൈക്രോസോഫ്റ്റിൻ്റെയാണ് ഗിറ്റ്ഹബ്. ഇതിൻ്റെ അകത്ത് മെയിൻലി ഓപ്പൺ സോഴ്സ് ആയ പ്രൊജക്ട്സ് ആണ് ഉണ്ടാവല്. അതിൻ്റെ കോഡ് എല്ലാ കമ്മ്യൂണിറ്റിക്കെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രൊജക്ട്സ് എല്ലാം ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗിറ്റ്ഹബ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഗിറ്റ്ഹബിൻ്റെ അകത്ത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തിട്ടെങ്കിൽ അവർ സൈൻ അപ്പ് ചെയ്യുക. ഗിറ്റ്ഹബിൻ്റെ അകത്ത് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ ആ ഫോൾഡർ ആയിരിക്കും കോഡുള്ള. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ചസ് ട്രാക്ക് ചെയ്യുന്നത്. ഈ റെപ്പോസിറ്ററീസ് വെച്ചാണ് ട്രാക്ക് ചെയ്യുന്നത്. then നമ്മൾ ഇതിൻ്റെ അകത്തൊരു റെപ്പോസിറ്ററി ആക്കാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു റെപ്പോസിറ്ററി. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതിന് പബ്ലിക് ഓർ പ്രൈവറ്റ് ആക്കാം. പിന്നെ റീഡ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഫയൽസിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഗിറ്റ്ഹബിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് ലൈന് തൊടാണ്ട് തന്നെ നമുക്കൊരു റെപ്പോസിറ്ററി ആക്കാനും അതിൻ്റെ അകത്തേക്ക് ചേഞ്ചസ് കമ്മിറ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് നമ്മളിവിടെ ഒരു എക്സിസ്റ്റിംഗ് ഫയൽ ഒരു ഫോൾഡർ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ അടുത്തുള്ളൊരു HTML ഫയലാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വേർഷൻ കൊടുക്കാം. അതിനൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. കമ്മിറ്റ് അമർത്തിയ പാടന്നെ അതൊരു ഫസ്റ്റ് കമ്മിറ്റ് ആയിട്ട് വന്നു. നേരം ഇവിടെ നമുക്ക് ഒരു ചെറിയ എഡിറ്റും ചെയ്യാൻ പറ്റും. ഞാൻ ഈ HTML ഫയൽ ഓപ്പൺ ചെയ്തു. ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പം എവിടെയെങ്കിലും ചെറിയൊരു എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കമ്മിറ്റ് അമർത്തുക. അന്നേരം ഇത് സെക്കൻഡ് വേർഷൻ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ചേഞ്ചും പറയാം. മെയിനിൻ്റെ അകത്തേക്ക് കമ്മിറ്റ് ചെയ്തു. അന്നേരം ഇപ്പോൾ ആ ചേഞ്ച് വന്നു നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക്. സോ ഇപ്പം നമുക്ക് കാണാം രണ്ട് കമ്മിറ്റ്സ് ഉണ്ട്. നമ്മൾ വേർഷൻ 2ഉം വേർഷൻ 1ഉം ആയിട്ട്. അന്നേരം ഇതാണ് ബേസിക്കലി നമ്മൾ ഗിറ്റ്ഹബ് വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് ആലോചിക്കാം. കോഡ് ബേസസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഗിറ്റ്ഹബ്. സോ ഓക്കെ, താങ്ക് യു.